തെരഞ്ഞെടുപ്പ് കാലത്ത് നിലപാടുകൾ കൊണ്ടും നിലപാട് മാറ്റങ്ങൾ കൊണ്ടും ശ്രദ്ധേയരായവർ ഒട്ടേറെയുണ്ട്. എന്നാൽ മൗനം കൊണ്ട് ശ്രദ്ധേയനായ ഒറ്റയൊരാൾ മാത്രം. ആ വ്യക്തി മൗനം വെടിഞ്ഞ് ഇപ്പോൾ മനോരമ ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. RSP ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ. RSP സംസ്ഥാന ഘടകം ഒരു തീരുമാനമെടുത്തു. പക്ഷേ ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ ചന്ദ്രചൂഡൻ ഇത്രയും ദീർഘമായ ഒരു മൗനം സ്വീകരിച്ചത്? ഒരു കാരണമേ ഉള്ളൂ, ദേശീയ ജനറൽ സെക്രട്ടറിയാണ് എന്നുള്ളത്. 8-9 വർഷമായി RSPയെ ഈ ഇടതുമുന്നണിയിൽ കേരളത്തിൽ CPM കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് നിശ്ചിതമായ വിമർശനങ്ങളും, വൈകാരികമല്ല, വളരെ അവധാനതയോടെയുള്ള വിമർശനങ്ങളും, അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ RSP പല പ്രാവശ്യവും പ്രതിഷേധം രേഖപ്പെടുത്തുകയും എതിർപ്പറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ തീരുമാനം, RSP ഇടതുമുന്നണി വിടാനുള്ള തീരുമാനം എന്തുകൊണ്ട് പെട്ടെന്നുണ്ടായി? ഞാനീ പറഞ്ഞില്ലേ, രണ്ട് തരത്തിലാണ്. ഇപ്പോൾ വിമർശകർ പറയുന്നത് പെട്ടെന്നുണ്ടായതല്ല, വേറെ ഇതിൻ്റെ ഉപജാപകങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതല്ല, ഇതിലിങ്ങനെ തുടർന്ന് പോകുന്നത് അധികകാലം സാധ്യമല്ല എന്നൊരു ചിന്ത രൂഢമൂലമായി RSP പ്രവർത്തകരുടെ മനസ്സിൽ അതിങ്ങി താഴെ ലോക്കൽ ലെവലിലെ സാധാരണ സഖാവ് തൊട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ വന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 തവണയും അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും, അത് ശരിക്കും പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും RSPയുടെ സീറ്റിന് എന്ത് പ്രാധാന്യം എന്ന് ചോദിക്കാം. പക്ഷേ സീറ്റില്ലെങ്കിൽ പാർട്ടി ഇല്ലല്ലോ. എല്ലാവർക്കും അതിന് വലിയ പ്രാധാന്യമാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ നമ്മളൊക്കെ പലതരത്തിൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ, അസംബ്ലിയിൽ വന്നപ്പോൾ, ഞങ്ങൾ ഈ മുന്നണിയിൽ വരുമ്പോൾ 9 സീറ്റുകളുണ്ടായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ സീറ്റുകൾ കുറയും, 1-2 വീതം കുറയും. അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ 4 സീറ്റിലാണ് ഒടുവിൽ മത്സരിച്ചത്. അത് മുന്നണിയുടെ കുഴപ്പമാണോ, മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ കുഴപ്പമാണോ, അതോ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കളുടെ കുഴപ്പമാണോ? മുന്നണി സംവിധാനത്തിൽ വന്നുപോയ മൂല്യച്യുതിയുടെ കുഴപ്പമാണ്. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. CPM തന്നെ മറ്റിടങ്ങളിൽ ഇങ്ങനെ അല്ല. മറ്റിടങ്ങളിൽ ഞങ്ങൾ 35 കൊല്ലത്തിന് മുമ്പ് മത്സരിച്ച 19 സീറ്റുകൾ അസംബ്ലിയിൽ ഇപ്പോഴും അവിടെ തന്നെയാണ്, അത്രയും സീറ്റുകളിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ബംഗാളിൽ. ഇവിടെ മുന്നണിയിൽ പുതിയതായി ഒരു കക്ഷി വന്നാൽ RSPക്ക് ഒരു സീറ്റ് കുറയും. അങ്ങനെ വരുമ്പോൾ ഇത് സീറ്റിൻ്റെതല്ലാതെ തന്നെ ഈ ഒടുവിൽ വന്ന, ഞാനൊരു മൂല്യച്യുതിയെക്കുറിച്ച് പറഞ്ഞില്ല, ഒടുവിൽ വന്നപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം. അതിൽ കുറച്ച് RSPക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം RSP 2 തവണ മുന്നണി വിട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ പോയില്ല. ഇപ്പോൾ പതിവായി ഇങ്ങനെ പറയുന്നു, പോകുന്നില്ല. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ തന്നെ ആകാം എന്ന് ധരിച്ചവരുമുണ്ട്. ആ ധരിച്ചതിലല്ല പെശക്, ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ തന്നെ കരുതാം. പക്ഷേ അതുകൊണ്ട് ചവിട്ടി മെതിച്ചാൽ ഇവരെങ്ങോട്ടും പോവില്ല. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, ഇത് അസംബ്ലി സീറ്റിൻ്റെ കാര്യത്തിലല്ല, പഞ്ചായത്തിൽ തുടങ്ങി മുകളിൽ വരെ മുന്നണി സംവിധാനത്തിൽ RSPയെ വളരെ അവഗണിക്കുകയും അവജ്ഞയോടെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് CPMൻ്റെ ലീഡർഷിപ്പ് വന്നെത്തി. അവിടെയാണ് ഈ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പ്രസക്തി ഉണ്ടായത്. ഇടതുമുന്നണി വിടാനുള്ള കേരളത്തിലെ RSPയുടെ തീരുമാനത്തെ ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് വേറൊരു മാർഗവും ഇവിടെ ഇല്ല, അതുകൊണ്ട് അംഗീകരിക്കും. മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയമോ? രാഷ്ട്രീയം എന്ന് പറയുന്നത്, RSPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് RSP ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. RSP ഇല്ലെങ്കിൽ RSPക്ക് എന്ത് രാഷ്ട്രീയം? ഇവിടെ RSPയെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഇത് ആവശ്യമായി വരികയാണ്. പക്ഷേ ഈ തീരുമാനം എടുത്തതിന് മൂകസാക്ഷിയായിരുന്നു പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ എന്നും അദ്ദേഹം പിന്നീട് ഒളിച്ചു കളിക്കുകയാണെന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു. അത് പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്തെങ്കിലും പറയണ്ടേ? ഇതിനെയൊക്കെ വെറുതെ ഇരുന്നാൽ മതിയോ? അതൊക്കെ പറയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കൊല്ലത്ത് RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന NK പ്രേമേന്ദ്രന് RSPയുടെ ചിഹ്നമായ മൺവെട്ടിയും മൺകോരിയും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, ആ ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ജനറൽ സെക്രട്ടറി മിണ്ടാതിരുന്നത്. ഇല്ല, ചിഹ്നം കിട്ടാൻ ഞാൻ മിണ്ടാതിരിക്കണമെന്നില്ല. ഞാൻ നിരന്തരം വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നാലും ചിഹ്നം കിട്ടും. കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ചിഹ്നത്തിന് എഴുതി കൊടുക്കാൻ, ഇത് ചിഹ്നം ആവശ്യപ്പെടാൻ അധികാരപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയിൽ ഒരേ ഒരാളേ ഉള്ളൂ.
അത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ എഴുതി കൊടുത്താൽ ദേവരാജന് വേണമെങ്കിലും ചിഹ്നം കിട്ടും. ഞാനൊരു മറ്റ് ആരും കരുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കറ കളഞ്ഞ ഇടതുപക്ഷക്കാരനാണ് എൻ്റെ അഭിപ്രായത്തിൽ. മറ്റുള്ളവർക്ക് പലതും തോന്നാം. ഓക്കെ, അതിൽ നിന്ന് എൻ്റെ ഒരു ചോദ്യം അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടിയുടെ കേരള ഘടകം അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതെൻ്റെ മനസ്സിന് വളരെ ആഘാതം ഉണ്ടാക്കിയതാണ്. ആ ആഘാതം എന്ന് പറഞ്ഞത് എതിർപ്പിൻ്റെ ആഘാതമല്ല. ഞാൻ സർവാത്മന അവരെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ ഞാൻ സന്നിഹിതനാണ്. ഞാൻ അഭിപ്രായവും പറഞ്ഞു, നിങ്ങൾക്കിതല്ലാതെ മറ്റൊരു മാർഗം കാണുന്നില്ല, പക്ഷേ ചെയ്യുന്നത് ഇനിയും ആലോചിച്ച് ചെയ്യാവൂ എന്ന് പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അല്ല, മൂകസാക്ഷിയൊന്നുമില്ല, ഞാൻ വളരെ സക്രിയനായ സാക്ഷിയായിരുന്നു. വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കാൾ ശക്തമായും വീറോടെയും കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫസർ ചന്ദ്രചൂഡൻ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെ ഈ തീരുമാനത്തെ, കോൺഗ്രസുമായുള്ള ബന്ധത്തെ, കേരളത്തിലെങ്കിലും ഉള്ള ബന്ധത്തെ ന്യായീകരിക്കാൻ കഴിയും? ബന്ധങ്ങളെ ന്യായീകരിക്കുന്നത് അതത് കാലത്തുള്ള ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അത് അടിസ്ഥാന രാഷ്ട്രീയത്തെയോ ദർശനങ്ങളെയോ ആദർശത്തെയോ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാം. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദേശീയ തലത്തിൽ UPA സർക്കാരിനെയും കോൺഗ്രസിനെയും ഒക്കെ എന്നെപ്പോലെ തന്നെ എതിർക്കുന്ന ഒരു സഖാവാണ് ബർദാൻജി, CPIയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസുമായിട്ട് നേരിട്ട് ഐക്യത്തിലാണ്, മുന്നണിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തിലേർപ്പെട്ട് അവിടെ 12 സീറ്റിൽ അസംബ്ലിയിലേക്കും 1 സീറ്റിൽ പാർലമെൻറ്റിലേക്കും ലോക്സഭയിലേക്കും കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നെക്കാൾ വീറോടെ വാദിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട്. അതേ പാർട്ടി തന്നെ പഞ്ചാബിലും കോൺഗ്രസുമായിട്ട് ഐക്യത്തിൽ ഏർപ്പെടുത്തി. ഞാനീ പറയുന്നത് ഇലക്ട്രൽ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ചില അതിർവരമ്പുകൾ വരേണ്ടി വരുന്നു. ഞങ്ങൾ ആദ്യകാലത്ത് മുന്നണി മാറിയപ്പോൾ ഇതുപോലെ നിശിതമായ വിമർശനങ്ങൾക്ക് ഇടവന്നപ്പോൾ ഞങ്ങളുടെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവ് പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ നയം ഇങ്ങനെ ആയിരിക്കുമ്പോൾ എങ്ങനെ കോൺഗ്രസുമായിട്ട് ചേർന്നു? ഈ നയം പറയാനൊരു കക്ഷി നിലവിൽ വേണ്ടേ? ആ കക്ഷിയെ നിലവിൽ നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മുന്നണി മാറിയത്. ഓക്കെ, മുസ്ലിം ലീഗുമായുള്ള CPMന്റെ അടവ് നയം, ഇടതുമുന്നണിയുമായി DIC ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ബന്ധം, R ബാലകൃഷ്ണപിള്ളയുടെയും TN ജേക്കബിൻ്റെയും ഇടതുമുന്നണി മോഹങ്ങൾ, ഇതിനെയെല്ലാം ശരിയായ രാഷ്ട്രീയം പറഞ്ഞ് അതിശക്തമായി എതിർത്ത പ്രൊഫസർ ചന്ദ്രചൂഡനെ ഇനിയിപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെങ്കിലും തൽക്കാലം മറക്കണം എന്നാണോ പറയുന്നത്? എന്നെ ആരും മറക്കില്ലല്ലോ. എന്നെ എല്ലാവരും ഓർമ്മിക്കുന്ന ഒരാളായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിൽക്കണം. ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ തന്നെ, അല്ലാതെ എന്നെ എന്തിനാ ഓർക്കുന്നത്? രാഷ്ട്രീയ കാര്യങ്ങളിൽ എന്നെ ഓർക്കേണ്ടത് ഈ നിലപാടുകൾ എടുത്ത ആളെന്നുള്ള നിലയിൽ തന്നെ ഓർക്കുകയും വേണം. ആ നിലപാടുകൾ എടുത്തതിനെ ഓർക്കണമെന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ആ നിലപാടുകളൊക്കെ ഫലപ്രാപ്തിയിലെത്തി എന്നുള്ളതാണ്. ആ നിലപാടുകളൊക്കെ 6 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഇടതുമുന്നണി അംഗീകരിക്കുകയും ഈ അടവ് നയം, PDPയുമായിട്ടുള്ള ഐക്യം, കരുണാകരൻ്റെ പാർട്ടിയായിട്ടുള്ള ഐക്യം, ഇതിനൊക്കെ ശക്തിയുക്തം ഞങ്ങൾ എതിർക്കുകയും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ഞങ്ങളുടെ നിലപാടിലേക്ക് CPM വരികയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ വളരെ അഹങ്കാരവും സന്തോഷവും അഭിമാനവുമാണ് എനിക്കുള്ളത്. അത് ഓർക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം തന്നെ അതുകൊണ്ടാണല്ലോ, ആ ഓർമ്മ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും RSPയുടെ ഈ മുന്നണി മാറ്റം മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നും സീറ്റും മാത്രമല്ല ഈ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് 2 അംഗങ്ങൾ ഇപ്പുറത്തേക്ക് വരിക എന്നുള്ളത് UDFന്റെ ആവശ്യമായിരുന്നു, അതിന് RSP വഴങ്ങിക്കൊടുത്തു എന്നൊരു ശക്തമായ ആരോപണം കൂടിയുണ്ട്. അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, കൂടെ നിന്നിരുന്ന ഒരു കക്ഷി മാറിപ്പോയി, കൂടെ നിർത്താനോട്ട് കഴിഞ്ഞില്ല, ഒരു അക്കടി പറ്റിയതുപോലെയാണിപ്പോൾ. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തകരാറും ഉണ്ടായിട്ടില്ല, ഞങ്ങളൊരു കുഴപ്പവും കാണിച്ചിട്ടില്ല, ഞങ്ങളതിൽ അവർ തനിയെ പോയതാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ന്യായീകരണം പറയും RSP പോയതിനെ കുറിച്ച്? RSP പോയത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ലല്ലോ. RSP പോയത് മറ്റു പലതുമാണ്. ആ പോയത് ഓർക്കായികയാണ്. ഇതിൻ്റെ ഒരു പ്രവർത്തനം, അതായത് ഈ വേറിട്ട് പോക്ക് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ വേറിട്ട് പോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മറ്റിടതുപക്ഷ പാർട്ടികൾ ശരിക്കും അറിയുന്നത് തന്നെ. RSP വിട്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അതൊരു വാർത്ത തന്നെയാണ്. കാരണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഞങ്ങൾ എവിടെയെങ്കിലും വിട്ടുപോയതായിട്ട് ആരും, ശത്രുക്കൾ പോലും ആരോപിച്ചിട്ടില്ല. പിന്നെ പിണറായി വിജയനെ പോലുള്ളവർ ഇത് പറയേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ സീറ്റിൻ്റെ പേരിലാണ് വിട്ടുപോയതെന്ന് ശക്തമായ വിമർശനമുണ്ട്. പക്ഷേ സീറ്റിൻ്റെ പേരിലാണെങ്കിൽ കൂടി ശരിയായ ഒരു ചർച്ച നടത്താതെ പോയി എന്നൊരു വലിയ വിമർശനമുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ആ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം അംഗീകരിക്കുന്നുണ്ടെങ്കിലല്ലേ രണ്ടാമത്തെ ഭാഗത്തിന് ഉത്തരം പറയേണ്ടതുള്ളൂ. വിട്ടുപോയത് സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ
അത് ആ ചോദ്യത്തിന് ഞാൻ വേറൊരു രീതിയിൽ മറുപടി പറയാം. ആ ചോദ്യത്തിനല്ല, ആ ചോദ്യം ഉൾക്കൊള്ളുന്ന പ്രശ്നത്തിന്, അതായത് ചർച്ച നടത്തിയില്ല എന്ന് പറയുന്ന പ്രശ്നം. അത് തന്നെ, അത് ശരിയല്ല. ശരിയല്ല എന്ന് പറയാൻ കാരണം, ചർച്ച എന്ന് പറയുന്നത് ഇവിടെ കുറേ കാലമായിട്ട് ഈ LDFനുള്ളിൽ ഉഭയകക്ഷി ചർച്ചകളാണ്. CPM ആണ് ഇതിൻ്റെ ഒരു കാരണവസ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ അനന്തരവന്മാരെ ഓരോരുത്തരായിട്ട് വിളിക്കുന്ന നിനക്ക് എന്നാ വേണം, ഈയുടെ പാർട്ടിക്ക് എന്നാ തർക്കം വല്ലതും ഉണ്ടോ എന്നുള്ള മട്ടിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഞങ്ങൾ അവസാനമായി ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയും പ്രേമചന്ദ്രനും AKG സെൻറ്ററിൽ പോകുമ്പോൾ കൊല്ലം സീറ്റ് വേണമെന്ന് എഴുതി കൊടുത്തിട്ടാണ് പോയത്. ഇവരവസാനമായി പോകുന്ന 7-ാം തീയതി കൊല്ലത്തെ ചുവരുകളിലൊക്കെ MA ബേബിക്ക് വോട്ട് ചെയ്യാൻ ചുവരെഴുത്ത് നടത്തിയിരുന്നു. പിന്നെ പതിവ് പോലെ അവരുടെ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് പത്രങ്ങളിലെല്ലാം കൊടുത്തിരുന്നു, വാർത്തയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡിസിഷൻ വാസ് ടേക്കൺ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ സീറ്റ് തരാനൊക്കില്ല, 2 തവണ തന്നതല്ലേ, ഇത്തവണയും സഹകരിക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. 4 മാസത്തിന് മുമ്പ് ഒരു 3 പേരായിട്ട് പോയി, രാമകൃഷ്ണപിള്ളയും കൂടെ പോയി. VP രാമകൃഷ്ണപിള്ളയുടെ പോയപ്പോൾ ഞങ്ങൾ കത്ത് തന്നിട്ട് മറുപടി ഒന്നും തന്നില്ല, ചർച്ച നടത്തുന്നില്ല, ഇപ്പോൾ ചർച്ച ചെയ്യണമെന്നത്. അതിനും സഖാ വിജയൻ വളരെ നർമ്മരസത്തിലാണ് മറുപടി പറഞ്ഞതെന്ന് വിഷമത്തോടെ അവർ വന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഇനി മാസങ്ങൾ കിടക്കുകയല്ലേ, ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പട്ടിക ചേർക്കുന്ന കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി വോട്ടേഴ്സ് പട്ടികയിൽ ആളെ ചേർക്കും, വോട്ടർമാരെ ചേർത്തിട്ട് ഇതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരവൽക്കരിച്ച് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഈ ഒടുവിൽ പോയ ദിവസവും 7-ാം തീയതി അവർ പോകുമ്പോഴും പറഞ്ഞത്, നിങ്ങൾ വ്യാകുലതയൊന്നും വേണ്ട, ഈ ഇപ്പോൾ ഉള്ള അസംബ്ലി സീറ്റ് ഞങ്ങൾ എടുക്കില്ല, ഇനി അതിനുവേണ്ടി നിങ്ങൾ മനപ്രയാസമൊന്നും, ഇപ്പോൾ ഇത് വിട്ടാൽ അതും എടുക്കുമെന്ന് വിചാരിക്കണം, അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞതും വളരെ വളരെ ഹർട്ടിംഗ് ആയിരുന്നു, ഹ്യൂമിലിയേറ്റിംഗ് ആയിരുന്നു. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം മുന്നണിയിലെ ഘടകകക്ഷികൾ കൂടുതൽ ശോഷിച്ചു പോകുന്നതായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അത് ശരിയല്ലേ? അത് ശോഷിക്കുന്നുണ്ട്. അത് പിണറായി വിജയൻ ആയതിനു ശേഷമാണെന്ന് ഞാൻ പറയില്ല. VS അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരുന്ന കാലത്തും ശോഷിച്ചിട്ടുണ്ട്. അതൊരു തുടർക്കഥയാണ്. കാരണം ഈ ശരിക്കും പരിശോധിച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലും പുറത്തും വളരുന്നത് കൂടെ നിൽക്കുന്ന പാർട്ടികളെ ബലക്ഷയപ്പെടുത്തിയിട്ടാണ്. വേറൊരു വാക്കാണ് മനസ്സിൽ വന്നത്, പക്ഷേ അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വെളിയിൽ നിന്ന് ആളെ ചേർത്തല്ല മുന്നണിക്ക് ശക്തി കൂട്ടുന്നത്. അല്ലെ, പാർട്ടിക്ക്, മുന്നണി നയിക്കുന്ന പാർട്ടി ശക്തമാകുന്ന എപ്പോഴും മുന്നണിയിലെ പാർട്ടികളുടെ സീറ്റുകൾ, അവരുടെ സ്വാധീന മേഖലകൾ ഒക്കെ പിടിച്ചെടുത്തിട്ടാണ്. അതിൽ RSP എല്ലാ കാലത്തും CPM ഒരു ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ കാര്യം ചോദിച്ചാൽ CPIയുടെ നേതാക്കൾ പറഞ്ഞ ഒരു അഭിപ്രായം, CPIയുമായി RSP വേണ്ട രീതിയിലൊരു ചർച്ച നടത്തിയില്ല. അങ്ങനെ നടത്തിയിരുന്നു എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു, അവർക്ക് ഇടപെട്ട് സീറ്റ് വാങ്ങിച്ചു തരാൻ കഴിയുമായിരുന്നു എന്നാണ് CPI പറയുന്നത്. CPIയുമായി പോലും ഇത്തരമൊരു ചർച്ച എന്തുകൊണ്ട് RSP നടത്തിയില്ല? അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. CPIയിൽ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ CPIയുമായിട്ടൊക്കെ നടത്തുമ്പോൾ ഒരിക്കലും അതിനൊരു ഫലവും ഉണ്ടായിട്ടുമില്ല. എന്നാലും PKVയും വെളിയം ഭാർഗവനും ഒക്കെ ഉള്ള കാലത്ത് അവർ നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും, ഇപ്പോൾ ചർച്ച നടത്തിയാൽ ആകെ കിട്ടുന്നത് സാന്ത്വനിപ്പിക്കലാണ്. കാരണം അവനവന് തന്നെ കൈകാലിട്ടടിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കും, അതൊന്ന്. പിന്നെ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് ഇപ്പോൾ CPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാര്യം എല്ലായ്പ്പോഴും എല്ലാ പാർട്ടികളും അങ്ങനെയാണല്ലോ, സ്വന്തം കാര്യം തന്നെ നോക്കണം. അപ്പോൾ സ്വന്തം കാര്യം നടക്കണമെങ്കിൽ വലിയേട്ടൻ്റെ കൂടെ നിന്നാലേ പറ്റുള്ളൂ, ചേർന്ന് ഒതുങ്ങി നിൽക്കണം, കൂടെ നിന്ന് സിന്ദാബാദും വിളിക്കണം. ഞാൻ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞത് വേറൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അവർക്ക് സീറ്റ് കിട്ടുന്നതിലേ ഉള്ളൂ താല്പര്യം. സീറ്റ് ജയിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും CPIക്ക് അടുത്ത കാലത്തായിട്ട് വിജയിക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ലീഡർഷിപ്പിൻ്റെ ഒരു ധാരണക്കുറവുണ്ട്, പരിചയക്കുറവുണ്ട്, ഗൗരവക്കുറവുണ്ട്. ഇതൊക്കെ ഇന്ന് ഇപ്പോൾ ഒരു തിരുവനന്തപുരത്തൊരു സീറ്റ് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ 5 കൊല്ലം മുമ്പേ അറിയാം, അടുത്ത അവൻ്റെ സീറ്റാണത്. ഞങ്ങൾക്കല്ലേ അറിയാൻ പാടില്ലാതെ ഉള്ളായിരുന്നു. വരുന്നതൊക്കെ ആരാ? അവസരവാദികൾ, ആരോപണ വിധേയരായവർ,
സാമുദായികമായി പിന്തുണ അവകാശപ്പെടുന്നവരവരൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അവരെ ഇപ്പോൾ സംഭവിച്ചു പോകുന്ന അവരെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ ഫലം തന്നെ അവർക്ക് കിട്ടാനാണ് സാധ്യത. അത്തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാറ് പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെയാണ് കേൾക്കുന്നത്. അതിനപ്പുറവും കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് അത്ര വലിയ വിശ്വാസമില്ല. പെയ്ഡ് സീറ്റാണെന്ന് വരെ കേൾക്കുന്നുണ്ട്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. പറയാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇത് 4 സീറ്റ് ചോദിക്കുന്ന പാർട്ടിക്ക് ഒരു സീറ്റിലേക്ക് പോലും ആളില്ല നിർത്താൻ. 2009 പൊന്നാനി സീറ്റ് CPIക്ക് നിഷേധിച്ചപ്പോൾ CPI സഹായം ആവശ്യപ്പെട്ട്, മുന്നണിയിലെ പ്രശ്നത്തിൽ സഹായം ആവശ്യപ്പെട്ട് RSPയെ സമീപിച്ചിരുന്നു. അത്തരമൊരു സമീപനം എന്തുകൊണ്ട് RSPയുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് CPIയോട് ഉണ്ടായില്ല? ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? CPI വിശ്വാസമില്ലേ? വിശ്വാസമല്ല, ദേ ആർ നോട്ട് കേപ്പബിൾ. അങ്ങനെയൊന്നും മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാനുള്ള ശേഷിയുള്ള നേതാക്കന്മാരിപ്പോൾ CPIയിലില്ല. മുമ്പ് സംസാരിക്കുമായിരുന്നു. ഇതിനു മുൻപ് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തപ്പോൾ അത് വേണ്ടെന്ന് വെച്ച പാർട്ടിയല്ലേ RSP? അല്ല, ഞങ്ങൾക്ക് ഓഫർ ചെയ്ത സീറ്റ് നേരത്തെ ആ ചർച്ച നടക്കുന്ന ദിവസം തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സഹാക്കൾക്ക് അതേക്കുറിച്ച് തീരുമാനം എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. അത് തക്കമായിട്ട് അപ്പോൾ തന്നെ CPI അതിനെ കയറി പിടിച്ച് RSPയുടെ സീറ്റ് കരസ്ഥമാക്കുകയാണ് ചെയ്തത്. ഇതിനു മുൻപ് വളരെ മഹത്തായ നേതാക്കൾ നയിച്ച പാർട്ടിയാണ്. ഈ ചന്ദ്രപ്പൻ്റെ കാലം വരെ അനുഭവസമ്പന്നരായ ആദർശശുദ്ധിയുള്ള പ്രായോഗിക പരിജ്ഞാനമുള്ള ആളുകൾ നയിച്ച പാർട്ടി ഇന്ന് അനാഥമാണ്. RSP മുന്നണി വിട്ടു പോയപ്പോൾ ഒരുപക്ഷെ ചിലരെയെങ്കിലും അടർത്തിയെടുക്കാൻ കഴിയുമെന്ന് CPM പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്ന് RSP നേതാക്കൾ പലരും അഭിമാനത്തോടെ പറഞ്ഞു. പക്ഷേ ബാബു ദിവാകരനെ പോലെ, കൊല്ലത്ത് ബാബു ദിവാകരനെ പോലെ ഒരു നേതാവിനെ അവർക്ക് കൂടെ നിർത്താൻ കഴിഞ്ഞു, CPMന് കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് നേട്ടമല്ലേ? ആ ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കുമോ? കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഈ പറഞ്ഞ ആളിനെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നല്ലേ ചോദ്യം? അല്ലേ? അല്ല, ബാബു ദിവാകരൻ ഇപ്പോൾ RSPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയില്ലേ? അന്ന് ഇത് ഉണ്ടാക്കുന്ന ദിവസം അയാൾ KPCC എക്സിക്യൂട്ടീവിൽ അംഗമാണ്. ചില ആളുകൾ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ എനിക്കൊരു അഭിമാനമാകണമെന്നാണ്, എന്നെക്കാൾ കേമന്മാരാകണമെന്നാണ്. ചില പിതാക്കന്മാർക്ക് അത് വിധിച്ചിട്ടില്ല. മഹാരഥനായ ഒരു നേതാവായിരുന്നു ഞങ്ങളുടെ നേതാവായിരുന്നു TK ദിവാകരൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇയാളെ തള്ളി പറയുകയോ ചെകിട്ടത്ത് അടി കൊടുക്കുകയോ ചെയ്യരുത്. RSPയുടെ വിട്ടുപോക്ക് ഇടതു മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയൊരു തിരിച്ചടി നൽകി. അത് അവർ തന്നെയെങ്കിലും രഹസ്യമായെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം VS അച്യുതാനന്ദൻ പാർട്ടിയോട് കൂറ് പ്രഖ്യാപിച്ച് പാർട്ടിയുടെ ലൈനിനോട് ചേർന്ന് നിലപാടെടുക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് ഇടതു മുന്നണിക്ക് ഒരു തിരിച്ചുവരവിനുള്ള കളമൊരുക്കിയില്ലേ? ഒരുക്കിയോ എന്നെനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടില്ല? ഇല്ലാത്ത കാര്യം ഞാൻ പറയാം. RSP വിട്ടുപോയപ്പോൾ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അനുരണങ്ങൾ ആയിട്ടാണ് എൻ്റെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട നേതാവ് VS അച്യുതാനന്ദൻ ഇപ്പോൾ പാർട്ടിയിൽ അനുസരണയുള്ള കുട്ടിയായിട്ട് പാർട്ടിയുടെ കൂടെ വന്നിരിക്കുന്നു. അതൊക്കെ ഈ RSPയുടെ പോക്ക് VSനെ ഇങ്ങനെ കൊണ്ടുവന്ന് പ്രമുഖനാക്കി അദ്ദേഹമാണ് ഇന്ത്യയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ CPM നേതാവെന്ന് ഇന്നലെ വരെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരുന്നവരെ കൊണ്ട് പറയിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്ര വലിയ ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. ആ നിലപാട് മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ നിലപാട് മാറ്റത്തിനെ കാണുന്നത് ഞാനീ പറഞ്ഞില്ലേ, പാർട്ടിക്കൊരു വലിയ അപകടം വന്നപ്പോൾ കൂടെ നിന്ന ആള് എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതുപോലെ പരിതാപകരമായ രീതിയിൽ, അപഹാസ്യമായ രീതിയിൽ ഒരു സമുന്നതനായ, ഇത്ര സമുന്നതനായ ഒരു നേതാവ് നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് ഇതുപോലെ കാണേണ്ട ദൗർഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ തർക്കം ഇപ്പോൾ നിലപാട് മാറ്റം വന്നതിലല്ല. നേരത്തെ തന്നെ ഇദ്ദേഹം പാർട്ടിയോട് കൂറുള്ള ആളായിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ CPM നേതൃത്വത്തിൽ ഇപ്പോൾ നോക്കിയാൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും നല്ല ഐക്യത്തിൽ പോകുന്നു എന്നുള്ളൊരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതപ്പോൾ വിശ്വാസയോഗ്യമല്ല എന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ പാർട്ടി വളർന്ന് 15 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഫിറ്റായ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു പാർട്ടിയായി മാറിപ്പോയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മൂല്യച്യുതി. ഇപ്പോൾ ആളുകളെ പുറകെ നടന്ന് കയ്യാട്ടി വിളിച്ച് പേയ്മെൻറ്റ് സീറ്റെന്ന് പറയിക്കത്തക്ക വിധത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടിലേക്ക്, ഗതികേടെന്നുള്ള വാക്കൊന്നും ഞാൻ പറയില്ല.
വി.എസ്. അച്യുതാനന്ദന്റെ നിലപാട് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ നിലപാട് മാറ്റമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തെ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയൂ. കാരണം ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വി.എസ്. അച്യുതാനന്ദൻ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടെടുത്ത നിലപാട്. പക്ഷേ അതിനകത്തല്ലേ അദ്ദേഹം നേരെ വിരുദ്ധമായ ഇപ്പോൾ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്ക് വിധേയനായതിൽ ഞാൻ സന്തോഷിക്കും. പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്ന കനത്ത വില എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടമാണ്. പണ്ടുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് വിരുദ്ധ മനസ്സ് മാറിയോ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. ചില കാര്യങ്ങളൊക്കെ മാറാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ 75 അടുക്കുകയാണ്. അപ്പോൾ അത് ആ കാലത്തിലൊക്കെ മാറ്റങ്ങൾ വരണമെങ്കിൽ ഞാൻ വി.എസിനെ പോലെ ഒരു വലിയ ആളായിരിക്കണം. ഈ മാറ്റങ്ങൾ പെട്ടെന്ന് വരണമെങ്കിൽ അതിനെനിക്ക് അത്രയ്ക്കും ആയിട്ടില്ല. നിലപാട് മാറ്റത്തിന് കോൺഗ്രസിനോടുള്ള നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം. കൊല്ലത്ത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ N.K. പ്രേമേന്ദ്രന് വേണ്ടി പ്രചാരണത്തിന് ഉണ്ടാകുമോ? ഇപ്പം ഞാൻ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന അതിൻ്റെ ഒരു ഭാഗമാണ്. അല്ല, സജീവമായിട്ട് കൊല്ലത്ത് പ്രചാരണ പരിപാടികളിലോ പണ്ടേ പോലെ എനിക്ക് സജീവമായിട്ട് പോകാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല. ബുദ്ധിമുട്ടുകളുണ്ട്. പോകേണ്ടി വന്നാൽ പോകും. ഞാനിതിന് രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള ദേശീയ സങ്കല്പത്തിനെ ശരിവയ്ക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തെറ്റി നിൽക്കുന്നവരും അത് ശരിവയ്ക്കുന്നവരാണ്. കേരള ഘടകം കേരളത്തിൽ UDF-ന്റെ ഭാഗമാണ്. അപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ UDF-നെയും UDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും മുഖ്യമന്ത്രി അടക്കമുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുമോ? അതിനുവേണ്ടി മുൻനിരയിൽ ഉണ്ടാകുമോ? ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഉണ്ടാകുമ്പോൾ ആലോചിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുമോ? വേണ്ടി വരട്ടെ, അപ്പോൾ ആലോചിക്കാം. വളരെയധികം നന്ദി. ദേശീയ തലത്തിൽ ഇടത് മതേതര കൂട്ടായ്മയോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും വിശദീകരിച്ചു. വളരെയധികം നന്ദി.